നമസ്കാരം സാർ. ഞാൻ ഇതിലൊരു വീഡിയോ ഇടുന്നു സാർ. എന്നായി മലമൂലാടെ 1-2 കിലോമീറ്ററിന്റെ പ്രശ്നമാണിത്. പക്ഷെ പൊതുവെ കേരളത്തിൽ മൊത്തം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം പിരാന്ത നായി ഉണ്ടാവും, ചിലപ്പോൾ വേസ്റ്റ് തിന്നിട്ട് എന്തെല്ലാം പിരാന്ത കളിയിട്ടുണ്ടാവും, ഭക്ഷണം കിട്ടാത്ത നായികളുണ്ടാവും. അപ്പൊ ഇതെല്ലാം ചില സമയത്ത് അതിനെ കൺട്രോൾ ആക്കാൻ പറ്റില്ല. അതിപ്പോ 1-2 നായെങ്കിലും ജനങ്ങൾ എന്തെങ്കിലും വയ്യത്തേക്ക് പോകുക അറിയാം. നേരത്തെ ഇപ്പൊ നിങ്ങൾ കാണുന്ന വീഡിയോയിൽ ഇഷ്ടം പോലെ നായ്ക്കളുണ്ട്. അപ്പൊ അതിനെവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇളക്കുന്നത് മാതിരി എവിടെയെങ്കിലും അതിനുള്ള ഭക്ഷണം കിട്ടുന്ന ജാതിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നിങ്ങൾ അതിനൊരു സംവിധാനം ചെയ്യാം സാറേ. നമുക്ക് കൊല്ലാൻ പാടില്ല. കൊല്ലാനൊന്നും നമുക്ക് ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല കൊല്ലാൻ പറഞ്ഞ് മനസ്സിലായി. അപ്പൊ അതെന്തെങ്കിലും നിങ്ങൾ അധികാരികൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കേരളത്തിൽ എല്ലാ സ്ഥലത്തും കേരളത്തിന്റെ എല്ലാ ഭാഗത്തും നിങ്ങൾ ഈ നായ്ക്കുള്ള ഒരു പരിഹാരം നിങ്ങൾ കാണണം. കാരണം എന്തില്ലെങ്കിൽ എന്താ പറഞ്ഞാല് ഇത് വലിയ വിഷമമായിപ്പോയി. കുട്ടികളൊക്കെ അടിച്ചാൽ ചിലപ്പോൾ പേപ്പട്ടി ഉണ്ടാവും, ചിലപ്പോൾ നല്ല പട്ടി ഉണ്ടാവും, പറയാൻ പറ്റില്ല. അപ്പൊ അതിനുള്ള സംവിധാനം നിങ്ങൾ മൊത്തം എല്ലാം കേരളത്തിൽ മൊത്തം ജാഗയിൽ ഒന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ട് വേണ്ട ജാഗയിൽ വേണ്ട പോലെ നിങ്ങൾ അതിനെ പരിഹാരം കാണും സാർ. അപ്പോ സാറ് ഞാൻ ഈ പറയാൻ കാരണം എന്തറിയോ, ഇപ്പൊ ഒരു 10 മണി ശേഷം അല്ലെങ്കിൽ കാരണം ജനങ്ങൾ ഇറങ്ങിയ സമയമാണ്. രാവിലെ 6 മണിക്കും 6:30 മണിക്ക് 6:15 എല്ലാം മദ്രസ് കുട്ടികൾക്ക് ഒരു 8:30 മണി വരെ 9 മണി വരെ ഉണ്ടാകും. പിന്നെന്ത് പറഞ്ഞാൽ പിന്നെ 9 മണി ശേഷം പിന്നെ സ്കൂൾ സ്റ്റാർട്ടാണ്. പക്ഷെ അതും ഒരു 8-8:30 മണി 9 മണിയാകുമ്പോൾ വിടുന്നു. അപ്പൊ ജനങ്ങൾ എല്ലാം ഇറങ്ങാനായിട്ടില്ല. അപ്പൊ അതിനെപ്പറ്റി ഒരു 10 മണി വരെ ഭയങ്കര ഡേഞ്ചർ തന്നെയാണ് കുട്ടികളെ കാര്യത്തിൽ. മദ്രസിലും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഒരുപാട് വിഷമമുണ്ട്. പ്രായമുള്ള ആൾക്ക് അങ്ങനെ ഓടാൻ പറ്റില്ല. കുട്ടികൾ കുറച്ചു നേരം പാഞ്ഞിട്ട് പറഞ്ഞു എത്ര നായ്ക്ക് ഒരുപാട് നായി ഉണ്ടാകുമ്പോൾ എങ്ങനെ പായും? അപ്പൊ അതിനുള്ളൊരു സംവിധാനം നിങ്ങൾ സാർ ഉത്സാഹിച്ച് പിടിച്ചിട്ട് എല്ലാ അധികാരികളെല്ലാം മന്ത്രിമാരെല്ലാം ഒരുപാട് ആളില്ലേ, നിങ്ങളെല്ലാം വേണ്ട പോലെ അതിനുള്ള പരിഹാരം കാണണം സാർ. ഓക്കെ. കാസർഗോഡ് നിന്ന് ടി മുഹമ്മദ്.